അവസാനം നഗരസഭ അത് മണ്ണിട്ട് മൂടാൻ കൽപ്പിക്കുന്നതും ഉതുപ്പാൻ തൻ്റെ സ്വന്തം നിർമ്മിച്ച കിണറിൽ കുഴിച്ച കിണറിൽ ആത്മഹത്യ ചെയ്യുന്നതുമാണ് ഈ ഒരു കഥയുടെ ആശയം. ഓക്കെ, അപ്പൊ ഇതാണ് ഉതുപ്പാന്റെ കിണർ. ആരാണ് എഴുതിയത്? കാരൂർ നീലകണ്ഠപിള്ള. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കടൽ തീരത്ത് എന്ന് പറഞ്ഞ ഒരു കഥ. ഇത് എഴുതിയത് OV വിജയൻ. OV വിജയൻ എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. പിന്നെ ഈ ഇതിൽ പറഞ്ഞ പ്രകാരം കഥ ജസ്റ്റ് ഒരു കഥ ഒരു കണ്ടന്റ് പറഞ്ഞുതരാം. അതായത് ഈ കഥയിൽ പ്രധാനമായും പറയുന്നത് വെള്ളായിയപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വെള്ളായിയപ്പൻ, മാറിപ്പോവരുതേ, വെള്ളായിയപ്പൻ. ഈ വെള്ളായിയപ്പൻ്റെ മകൻ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാണ്. വെള്ളായപ്പൻ്റെ മകൻ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തീവണ്ടിയും കാടും മേടൊക്കെ കടന്ന് ഒറ്റയ്ക്ക് വെള്ളായപ്പൻ യാത്ര ചെയ്തു പോകുന്നതാണ് കഥയുടെ ആശയം. അവസാനം അദ്ദേഹം തന്നെ മകനെ കാണുന്നു. മകൻ ജയിലിൽ നിന്ന് കുറേ മേലധികാരികളുടെ പെർമിഷനോട് കൂടി അച്ഛൻ്റെ അടുത്തെത്തു. അച്ഛൻ ചോദിക്കുന്നു, മകനെ നീ കൊല ചെയ്തിട്ടുണ്ടോ? അപ്പം മകൻ പറയുന്നു, എനിക്കറിയില്ല അച്ഛ എന്നാണ്. അച്ഛനെയും മകനെയും തമ്മിലുള്ള ഒരു ഹൃദയസ്പർശിയായ ഒരു കണ്ടുമുട്ടലും അവരുടെ ഒരു സംസാരമൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗം. കണ്ടോ എങ്ങനെ ഹൃദയസ്പർശിയായി പാഠഭാഗം അവതരിപ്പിക്കും എങ്ങനെയാണ്, അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് മനുഷ്യനെ ഹേർട്ട് ചെയ്യുന്ന, നമ്മൾ വായനക്കാരെ ഹേർട്ട് ചെയ്യുന്ന രംഗമാണത്. അതിൽ പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെള്ളായിയപ്പൻ്റെ മകൻ കൊല ചെയ്തോ എന്ന് ആർക്കും അറിയില്ല. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വെള്ളായപ്പൻ്റെ വധശിക്ഷയ്ക്ക് വിധിച്ചതിൻ്റെ തലേന്നറ്റാണ് വെള്ളായപ്പൻ ആരെ കാണാൻ പോകുന്നത്? നമ്മുടെ മകനെ കാണാൻ. കഥ ഹൃദയസ്പർശി എന്ന് പറയാൻ കാരണം, മറ്റുള്ള പലരും കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മകനെ കാണാൻ പോകുന്ന ഒരു അച്ഛൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എവിടെയും അല്ലേ വെറൈറ്റി ആയിട്ട് കേട്ടൊരു കഥയാണ്. അപ്പം ഈ മകൻ എന്താണ്, ഈ മകന് വധശിക്ഷ ചെയ്തോന്ന് ചോദിക്കും, മകൻ അറിയില്ല എന്നാണ് ഉത്തരം പറയുന്നത്. അവസാനം മകനെ അവിടെ നിൽക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആര് നിൽക്കുന്നു? വെള്ളായപ്പൻ നിൽക്കുന്നു. മകൻ്റെ വധശിക്ഷ കഴിഞ്ഞിട്ട് മകൻ്റെ ഡെഡ് ബോഡി വെള്ളായപ്പന് കൊടുക്കുന്നു. വെള്ളായപ്പൻ മകൻ്റെ ഡെഡ് ബോഡി പിന്നെ ഇതില്ലേ തോട്ടികൾ എന്നാ, തോട്ടികൾ ആരാ നിങ്ങൾക്കറിയോ? തോട്ടി ആരാ? തോട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാ? അതായത് ചപ്പുചവറുകളും പിന്നെ തോട്ടികൾ, പഴയ സാധനങ്ങളും ചപ്പുചവറുകളും വൃത്തിഹീനമായ സംഭവങ്ങളൊക്കെ എടുത്തുന്ന ആളുകളാണ് തോട്ടികൾ അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, തോട്ടികളെ കൊണ്ടാണ് ആ ഒരു മൃതദേഹം എടുപ്പിക്കുന്നതും അദ്ദേഹം അവിടെ കുഴിച്ചു മൂടെന്തോ ചെയ്യാണ് കേട്ടോ വെള്ളായപ്പൻ. അതാണ് നമ്മുടെ കഥ. ലാസ്റ്റിലേക്ക് ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടമായ രീതിയിൽ. നേരത്തെ ഉതുപ്പാനും അങ്ങനെ തന്നെ അല്ലേ, മരിച്ചുപോയത് സങ്കടകരമായ ഒരു കൺക്ലൂഷൻ അങ്ങനെ. അതേപോലെ തന്നെ എന്താണ് കടൽ തീരത്ത് എന്നുള്ള കവിത മിസ് ഒന്ന് വായിക്കാം. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉണർന്നു. എന്തുകൊണ്ടാണ് കൂട്ട നിലവിളി ഉയർന്നത്? മിസ് ആദ്യമേ കണ്ടന്റ് പറഞ്ഞത് എന്തുകൊണ്ടാ? ഇതിൽ പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്റ്റിൽ വരി നോക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പിന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഫസ്റ്റ് മിസ് ഒന്ന് വായിക്കാം. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ കൂട്ട നിലവിളി ഉണർന്നു. അപ്പോൾ കുട്ടികൾ വിചാരിക്കും എന്തായാലും കൂട്ട നിലവിളി, അപ്പോൾ ഇങ്ങനെ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിങ്ങളെ മനസ്സിൽ വേണ്ട. അപ്പോൾ ആദ്യമേ മിസ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു കണ്ടന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൂട്ട നിലവിളി എന്തിനായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തിനായിരിക്കും? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാൻ പോവാണ്. അപ്പോൾ അമ്മയും സഹോദരങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പിറ്റേന്നാണ് വധശിക്ഷ. അപ്പം അച്ഛൻ പോവാണല്ലോ, ഏട്ടൻ ഒരു മകനായിരിക്കുമല്ലോ. മകനെ കാണാൻ പോകുമ്പോൾ വീട്ടുകാർ കരഞ്ഞുകൊണ്ടാണ് ആരെ യാത്രയാക്കുന്നത്? വെള്ളായപ്പനെ യാത്രയാക്കുന്നത്. അപ്പുറത്ത് അമ്മയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാഗത്തിൻ്റെ വീട്ടിലെ ആളുകൾ ശ്രദ്ധാലുക്കൾ. അപ്പോൾ അയൽവാസികളൊക്കെ ശ്രദ്ധിക്കല്ലോ, മകനെ തൂക്കിലേറ്റാൻ പോകണ മകൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു അച്ഛനാണ് വെള്ളായപ്പൻ. അതുകൊണ്ട് തന്നെ ആളുകൾ ശ്രദ്ധാലുക്കളായി. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തെയും മുത്തുവണ്ണനൊക്കെ പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. അപ്പം ഗ്രാമത്തിന് വേണ്ടി എന്തോ ഒരു കൊലപാതകമാണ് ഇരിക്കാം, അത് കറക്റ്റ് ഇതിൽ എഴുത്തുകാരൻ പറയുന്നില്ല, കൊലപാതകത്തിൻ്റെ കഥ പറയുന്നില്ല, പക്ഷേ ഗ്രാമത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. വെള്ളായപ്പനെ കുടിയിരുപ്പുകൾ വിട്ട് നെടുമ്പരത്തോടെ പാടം മുറിച്ചു കടന്ന് അദ്ദേഹം നടന്നുപോയി. പിന്നെ ദൈവങ്ങളെ തമ്പ്രാക്കന്മാരെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വെള്ളായപ്പൻ നടക്കുന്നത്. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശം കരിമ്പനകളിൽ നിന്നും കാറ്റ് പിടിച്ചപ്പോൾ പനയുടെ ശബ്ദം കേട്ടപ്പോൾ വെള്ളായപ്പന് ഒരു പേടി പോലെ തോന്നി. എങ്കിലും തൻ്റെ തുവത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞിനനവ് കയ്യിൽ തട്ടി തൻ്റെ കോടാച്ചി ഒരു ചെറുപൊതി കിട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. എങ്കിലും അദ്ദേഹം നടന്നു പോവാണ്. അദ്ദേഹം എവിടെ എത്തി? കരിമ്പനകളുടെ കാറ്റ് ദേവസ്ഥാനത്ത് കുട്ടിയസൻ മാപ്പിള എന്നൊരാൾ ഇങ്ങനെ എതിർവേ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നതും സംസാരിക്കുന്നതും വെള്ളായപ്പൻ മുന്നോട്ട് പോകുന്നതുമാണ് ഇതൊരു അവസാന ഭാഗം. അവസാനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരെത്തുന്നു? വെള്ളായപ്പൻ എത്തുന്നു.
അങ്ങനെ ഗുമസ്തൻ ചീട്ടെടുത്ത് കുത്തി ജനാലയുടെ പുറത്തേക്കിട്ടവൾ യാത്രയിൽ ഒരു വെള്ളായപ്പന് അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി ബെഞ്ചിന്റെ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു അല്ലെ, രാത്രി ആവുന്നു. വെള്ളായപ്പൻ എവിടെത്തു? കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നു. അങ്ങനെ മുണ്ടകപ്പാടത്തിന് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂട് പറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ ഒരു ഭാഗത്തേക്ക് വെള്ളായപ്പൻ എത്തുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെയും മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ അദ്ദേഹം കുറേ ആളുകളെ കാണുന്നു. അപരിചിതരുടെ ഇടയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അവസാനം പഴുതറയുടെ നെടുവരമ്പ് കടന്ന ലോകം മുഴുവൻ അപരിചിതമാണ്. പഴുതറ എന്ന് പറഞ്ഞ ഗ്രാമം കടന്ന് അപ്പുറത്തെത്തിയ പിന്നെ വെള്ളായപ്പനൊന്നും അറിയില്ല, പരിചിതമല്ല. അങ്ങനെ അപരിചിതരാണ് ചുറ്റും. അങ്ങനെ കോയമ്പത്തൂരേക്കുള്ള വണ്ടി നേരത്തെ വരുന്നതിനാൽ സമീപത്തെ കാരണവർ എഴുന്നേറ്റ് പോയി. വെള്ളായപ്പൻ തനിച്ചായി. ഒരു ചോറുപതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തൂരുടെ പുറത്തേക്ക് കുതിര തന്നെ നനവിൽ വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ തീവണ്ടിയുടെ ചീറ്റിലും ഒക്കെ കൂടി വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തീവണ്ടിയിൽ കയറി പോവുകയാണ്. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി എന്നാണ് ആ ടെക്സ്റ്റ്, പക്ഷേ കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടി. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് ആരെ കയ്യിൽ തന്നെ ഇരുന്നു? വെള്ളായപ്പന്റെ കയ്യിൽ തന്നെ ഇരുന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലയുടെ സൂചന. തീവണ്ടി ഓഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിക്കുന്നു. അവസാനം വെള്ളായപ്പൻ എവിടെ എത്തുന്നു? ജയിലിലെത്തുന്നു. പാറാവുകാരൻ കടലാസ് കഷ്ണം ആരെയാണ് കാണേണ്ടത് എന്നുള്ള കടലാസ് കഷ്ണം ആരെ ഏൽപ്പിക്കുന്നു? വെള്ളായപ്പനെ ഏൽപ്പിക്കുന്നു. വെള്ളായപ്പൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് ഞാൻ വെള്ളായപ്പൻ്റെ കൈപ്പണം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. അത് കഴിക്കാതെ ഞാൻ അവിടെ വന്നു. ഇനി നിനക്കു തരാം, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. പതുക്കെ അദ്ദേഹം ആ പൊതിച്ചോറ് ഇങ്ങനെ തൊടുക കേട്ടോ. അങ്ങനെ അയാൾ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ വെള്ളായപ്പൻ. അങ്ങനെ വെള്ളായപ്പൻ അയാൾക്ക് ഒരു ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്നു പുറത്തേക്ക് നോക്കും പോലെ ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമായി കാത്തുകിടന്നു. ഉച്ചയിൽ സൂര്യനെത്തി. പുലർച്ചയ്ക്ക് കൊമ്പുവിളികൾ മുഴങ്ങുന്നു. വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷ ചടങ്ങാന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവസാനം വെള്ളായപ്പൻ കാണുന്നില്ലേ, മകനെ കാണുന്നു. അച്ഛനും മകനും നേരത്തോട് മുഖാമുഖം കാണുന്നു. വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവസാനം ഒരു ഉച്ചസ്ഥായിൽ അവർ നിലവിളിക്കുന്നു. വെള്ളായപ്പൻ കരഞ്ഞു വിളിക്കുന്നു, മകനെ. എന്താപ്പ? കണ്ടുണ്ണി എന്നാണ് മകന്റെ പേര്. കണ്ടുണ്ണി. എന്താണ് മകന്റെ പേര്? കണ്ടുണ്ണി എന്നാണ് മകന്റെ പേര്. അപ്പൊ മകൻ കരയാണ്, അച്ഛാന്ന് വിളിച്ചു. അങ്ങനെ സാരമില്ല മകനെ. കണ്ടുണ്ണി ചോദിക്കും, മകനെ നീ എന്താണ് ചെയ്തത്? എനിക്ക് ഓർമ്മയില്ല അപ്പ. മകനെ നീ കൊലപാതകം ചെയ്തോ? എനിക്ക് ഓർമ്മയില്ല അപ്പ. സാരമില്ല മകൻ, ഇനി ഒന്നും ഓർക്കേണ്ട. പറവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ ഈ വേദന ഓർമ്മിക്കുമോ? രണ്ട് വാക്കുകൾക്കിടയിൽ അങ്ങനെ കാർന്നോരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ തൻ്റെ മകൻ്റെ ജയിലിൽ തൻ്റെ മകൻ്റെ രൂപം അദ്ദേഹം മൺമറഞ്ഞു പോകുന്നു. അവസാനം പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത്, അത് വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, അത് പക്ഷെ വെള്ളായപ്പൻ മനസ്സിലായില്ല. തൻ്റെ മകനെ തൂക്കിലേറ്റാന്ന് വെള്ളായപ്പൻ മനസ്സിലായില്ല. എങ്കിലും വധശിക്ഷയുടെ ചടങ്ങാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. രാവിലെ 5 മണിക്കാണ് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസ്ഥിതിയിലൂടെ പുലർച്ചെ 5 മണി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ മൃതദേഹം വെള്ളായപ്പൻ പറവുകാരൻ ഏറ്റുവായി. കാരണവർക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ നിങ്ങൾ ഈ ശവം സംസ്കരിച്ചോളൂ. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? എൻ്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെള്ളി നിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ണുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞാണ് കടപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോൾ. കോടച്ചി അദ്ദേഹത്തിന്റെ ഭാര്യ. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്ക് എറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെയോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി നടന്നു. അല്ലേ? ഭയങ്കര സങ്കടമാണ്. അവസാനം ആ പൊതിച്ചോറ് കടൽ തീരത്ത് കൊണ്ടുപോയി കൊടുക്കണം. കാരണം മകൻ മരിച്ചല്ലോ. ഹിന്ദു മതാചാര പ്രകാരം മരിച്ച ആൾക്ക് നമ്മൾ ബലിച്ചോറ് കടലിലേക്ക് ഒഴുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങിനോടനുബന്ധം പോലെയാണ് ഈ കഥ അവസാനിക്കുന്നത്. കാരണം വെള്ളായപ്പന്റെ മകൻ മരിച്ചു. ആ ഒരു കയ്യിലിരുന്ന പൊതിച്ചോറ് ഭാര്യ കൊടുത്ത പൊതിച്ചോറാണ്. അത് ആ കടൽക്കരയിൽ ബലിക്കാക്കകൾക്ക് കൊടുക്കുകയാണ്. അല്ലെ? പാലക്കാടൻ ഗ്രാമത്തിലെ ഒരു കഥയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ വെള്ളായപ്പൻ സങ്കടക്കടലായി മാറുന്നു. ആ മകൻ മരിക്കുന്നു. അല്ലെ? തോട്ടികളാണ് അദ്ദേഹത്തെ ശവം സംസ്കരിക്കുന്നത്. അല്ലെ? അങ്ങനെ ആ പൊതിച്ചോറാണ് ബലിക്കാക്കകൾ കൊടുത്ത്. അങ്ങനെയുള്ള ചെറിയൊരു സങ്കടത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇത് പാലക്കാട് ഗ്രാമത്തിൽ നടന്നൊരു കഥയാണ്. അല്ലെ? ഒരു കർഷകന്റെ ആത്മകഥയുടെ ഒരു ഭാഗം പോലെ.
അപ്പോൾ ദാരിദ്ര്യവും ഇല്ലായ്മയും സങ്കടവും ഒരു വധശിക്ഷ മകൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹൃദയസ്പർശിയാണ് കഥ എന്ന് ഇനിയും പറയേണ്ടതില്ലല്ലോ. മിസ് പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെ നമ്മളിതിവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്